അവസാനം അതുതന്നെ സംഭവിച്ചു. എന്തിനാണോ കാവിക്കൊടിയും കുത്തി സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അതെല്ലാം ഓരോന്നായി നേടുകയാണ് താരം. ദേ ഇപ്പോൾ മന്ത്രിസ്ഥാനം വരെ സ്വന്തമാക്കാൻ പോവുകയാണ് നേതാവ്. പല കളികളും കളിച്ചവസാനം ആഗ്രഹിച്ച സ്ഥാനം സ്വന്തമാക്കാനുള്ള പുറപ്പാടിലാണ് നേതാവ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് കേൾക്കുന്നത്. തൃശൂരിൽ ജയിച്ചാൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിച്ചേക്കുമെന്നുള്ള ചർച്ചകൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇത് സംബന്ധിച്ച് സുരേഷ് ഗോപിയോട് ചോദ്യവും ഉയർന്നിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. അതേസമയം കേരളത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖറിനെ കൂടി പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ രാജീവിന് സാധിച്ചിരുന്നു. രണ്ടാം മോദി സർക്കാരിൽ IT മന്ത്രിയായ രാജീവിന് കൂടുതൽ സുപ്രധാന വകുപ്പുകളും ലഭിച്ചേക്കും. വി മുരളീധരന്റെ രാജ്യസഭാംഗത്വം അവസാനിച്ചതിനാൽ അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആറ്റിങ്ങലിലും മുരളീധരൻ പരാജയപ്പെട്ടിരുന്നു. അതിനിടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഡൽഹിയിൽ സജീവമായി തന്നെ തുടരുകയാണ്. വരുന്ന ശനിയാഴ്ച തന്നെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ കണ്ട് മോദി രാജി സമർപ്പിച്ചിരുന്നു. അടുത്ത സർക്കാർ അധികാരത്തിലേറുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാൻ രാഷ്ട്രപതി മോദിയോട് ആവശ്യപ്പെട്ടു. NDA ഘടകകക്ഷി നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ യോഗം ചേർന്ന് അദ്ദേഹത്തെ നേതാവായി തിരഞ്ഞെടുത്തു. 2 ദിവസത്തിനകം NDA MPമാരുടെ യോഗം മോദിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കും. തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികൾ സുപ്രധാന പദവികൾക്കായി BJPക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 12 സീറ്റുള്ള നിതീഷ് കുമാറിന്റെ JDUവും ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുമാണ് വിലപേശലിൽ മുന്നിൽ. 3 മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ പദവിയുമാണ് TDPയുടെ ആവശ്യം. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയെന്ന ആവശ്യവും TDPക്കുണ്ട്. 2 ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ 4 മന്ത്രിസ്ഥാനം എന്ന ആവശ്യമാണ് JDU മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 7 സീറ്റുള്ള ശിവസേന ഷിൻഡെ വിഭാഗം, 5 സീറ്റുള്ള LJP എന്നീ പാർട്ടികളെല്ലാം പ്രധാന പദവികൾ ആവശ്യപ്പെട്ടേക്കും. ഇക്കുറി കണക്കുകൂട്ടലുകൾ പാടെ തകർന്ന നിലയിലാണ് BJP സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നത്. 370 സീറ്റ് BJP തനിച്ച് നേടുമെന്നും 400 സീറ്റ് NDA സ്വന്തമാക്കുമെന്നും അവകാശപ്പെട്ടായിരുന്നു മോദിയും BJPയും തിരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങിയത്. എന്നാൽ ഫലം വന്നപ്പോൾ കനത്ത തിരിച്ചടിയാണ് BJPയും NDAയും നേരിട്ടത്. കേവല ഭൂരിപക്ഷമായ 272 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ പോലും BJPക്ക് സാധിച്ചില്ല. NDAക്ക് ആകെ ലഭിച്ചത് 291 സീറ്റുകളാണ്. അതായത് സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ മൂന്നാം മോദി സർക്കാർ സാധ്യമാകില്ലെന്ന് സാരം. 16 സീറ്റുള്ള TDPയും 12 സീറ്റുള്ള JDUവുമാണ് നിലവിൽ കിങ് മേക്കർ. ഈ പാർട്ടികളുടെ നിലപാടായിരിക്കും NDAയിൽ നിർണായകമാവുക. നിതീഷിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണ ഉറപ്പാക്കാൻ ഫലം വന്നതിന് പിന്നാലെ തന്നെ അമിത്ഷാ ഇരുവരെയും ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യവും ഇരു നേതാക്കളുമായും ചർച്ച നടത്തിയതെന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം.